കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനി നമ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനെ നമ. അപ്പോൾ നമുക്ക് ഇത് ഇനി 23 തൊട്ട് 30 വരെയുള്ള ശ്ലോകങ്ങൾ ഒന്നിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാം. തുമിന്ദ്രോഗ്നിര്യമോ രക്ഷോ വരുണശ്ച തഥാനില കുബേരശ്ച തഥാ രുദ്രസ്ത്വമേവ പുരുഷോത്തമ. 24 ത്വമണോരപ്യണീയാംശ്ച സ്ഥൂലാൽ സ്ഥൂലതരം പ്രഭോ ത്വം പിതാ സർവലോകാനാം മാതാ ധാതാ ത്വമേവ ഹി. 25 ആദിമധ്യാന്തരഹിത പരിപൂർണോച്യുതോ വ്യയഃ ത്വം പാണിപാദരഹിതശ്ചക്ഷുശ്ചോ ശ്രോത്രവിവർജിതഃ. 26 ശ്രോതാദ്രഷ്ടാ ഗൃഹീതാ ച ജവനസ്ത്വം ഖരാന്തകഃ കോശേഭ്യോ വ്യതിരിക്തസ്ത്വം നിർഗുണോ നിരുപാശ്രയഃ. 27 നിർവികൽപ്പോ നിർവികാരോ നിരാകാരോ നിരീശ്വരഃ ഷഡ്ഭാവരഹിതോ അനാദിഃ പുരുഷപ്രകൃതേഃ പരഃ. 28 മായയാ ഗൃഹ്യമാണസ്ത്വം മനുഷ്യ ഇവ ഭാവ്യസേ ജ്ഞാത്വാ ത്വാം നിർഗുണമജം വൈഷ്ണവാ മോക്ഷഗാമിന. അഹം ത്വൽപാദസദ്ഭക്തിനിശ്രേണീം പ്രാപ്യ രാഘവ ഇച്ഛാമി ജ്ഞാനയോഗാഖ്യം സൗധമാരോഢമീശ്വര. 30 നമഃ സീതാപതേ രാമ നമഃ കാരുണികോത്തമ രാവണാരേ നമസ്തുഭ്യം ത്രാഹി മാം ഭവസാഗര. ഇപ്പം നമ്മൾ കഴിഞ്ഞത് കുറച്ച് ശ്ലോകങ്ങളെ ഒരു ശ്ലോകത്തെ എന്താ പറഞ്ഞാൽ വെച്ചാൽ ഈ ഭഗവാന്റെ തത്വം അറിയാതെ ഉള്ളവരാണ്, അല്ലെങ്കിൽ ജ്ഞാനം ഉദിക്കാത്തവരാണ് പിന്നെയും ഈ സംസാര ചക്രത്തിൽ ചുറ്റിത്തിരിയണമെന്നുള്ളത് പിന്നെയും പറഞ്ഞു ഉറപ്പിക്കുകയായിരുന്നു നമ്മളല്ലേ. അതായത് അങ്ങയുടെ പരമാത്മഭാവത്തെ ആരുകായിക കൊണ്ടാണ് പുത്രൻ ഭാര്യ ഗൃഹം അങ്ങനത്തെ പിന്നെ നശ്വരമായിട്ടുള്ള കാര്യങ്ങളും സുഖസ്ഥാനങ്ങളാണെന്ന് കരുതി അതിനെ നമ്മൾ അന്വേഷിച്ച്, അപ്പോൾ അങ്ങനെയുള്ളവരാണ്, അങ്ങനത്തെ അവിവേകികളാണ് ഒടുവിൽ അതൊക്കെ വിട്ടു പോകുമ്പോൾ അതിനെയൊക്കെ നമുക്ക് പിരിയേണ്ടിയിരുന്നുള്ള ആ വിയോഗ ദുഃഖത്തിനെ അനുഭവിക്കണത് അവരാണ്. ആ തുച്ഛങ്ങളായിട്ടുള്ള അങ്ങനത്തെ ശരിക്കും അവസാനം ദുഃഖം തന്നെ നൽകുന്ന തുച്ഛങ്ങളായിട്ടുള്ള അങ്ങനത്തെ വിഷയങ്ങളെ ഈ അജ്ഞാനികൾ വളരെ പ്രീതിയോടുകൂടി അനുഭവിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനിയിപ്പോൾ എന്താ പറയണത് നോക്കാം ഇതിൽ കേട്ടോ. രക്ഷസ് നിരുതി, അതായത് നിരുതി പറഞ്ഞ പിതൃക്കളുടെ ദേവൻ. രക്ഷസ് നമ്മൾ ഭൂതങ്ങളിൽ പറയുമല്ലോ, രക്ഷസ് നിരുതി പിതൃക്കളുടെ അനിലൻ വായു രുദ്രൻ ശിവൻ അണോഹോ അണിയാൻ, അതായത് അണുവിൽ വെച്ച് ചെറുതിൽ വെച്ച് ഏറ്റവും ചെറുത്, അണുവിൽ വെച്ച് അത്യന്തം അണു, സ്ഥൂലാൽ സ്ഥൂലതരം, സ്ഥൂലത്തിൽ വെച്ച് അതിസ്ഥൂലം അല്ലേ. അതായത് സട്ടിലിൽ വെച്ച് സട്ടിൽ ആൻഡ് ഗ്രോസിൽ വെച്ച് ഗ്രോസ്. അതാണ് അണുവിൽ വെച്ച് അണുവെന്നും സ്ഥൂലത്തിൽ വെച്ച് സ്ഥൂലം എന്ന് പറയുന്നത്. സർവ്വലോകങ്ങളുടെ ധാത സൃഷ്ടികർത്താവ്. അതായത് നമ്മൾ പറയില്ലേ ബ്രഹ്മാവ് തൊട്ട് ഉറുമ്പ് വരെ ഉള്ളവരുടെ മുഴുവൻ സൃഷ്ടികർത്താവല്ലേ, അല്ലെങ്കിൽ അമീബ എന്ന് പറയാം. ചെറിയ ഒരു സെല്ലടക്കം, അതാണ് എന്താണ് അണോരണീയം എന്ന് പറയുന്നത്. അതായത് അണുവിൽ വെച്ച് ഏറ്റവും ചെറുതിനെയും ഏറ്റവും വലിയ ആയിട്ടുള്ള എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്ന സർവ്വലോകത്തിനെയും ധാത സൃഷ്ടികർത്താവ്. അച്യുതഃ അതായത് ച്യുതിയില്ലാത്തവൻ, വീഴ്ചയില്ലാത്തവൻ. അവ്യയൻ, അതായത് ഒരു മാറ്റം നമ്മളെപ്പോലെ വളരുക വലുതാവുക നശിക്കുക അതൊന്നുമില്ല, അവ്യയനാണ്. പിന്നെയോ പാണിപാദരഹിത, കയ്യും കാലും ഒന്നുമില്ല, ശക്തിയാണേ.
ചക്ഷുശ്രോത്ര വിവർജിത, കണ്ണും കാതും ഒന്നുമില്ല. ശ്രോത കേൾക്കുന്നവൻ, ദ്രഷ്ട കാണുന്നവൻ, ഗൃഹിത ഗ്രഹിക്കുന്നവൻ, പിന്നെയോ ജവന അങ്ങേയറ്റം വേഗതയുള്ളവൻ, ഖരാന്തക ഖരനെ വധിച്ചവൻ, ഖരനെ കൊന്നു. മറ്റേ ശൂർപ്പണഖയുടെ ആ സമയത്ത് ഖരനെ കൊന്നില്ലേ. നിർഗുണ ഗുണസംഗം ഇല്ലാത്തവൻ, അതായത് നിർഗുണനാണ്, 3 ഗുണങ്ങളും ഇല്ല. നിരുപാശ്രയം ആരെയും ആശ്രയിക്കാത്തവൻ. നിർവികൽപ്പം ഒരു വികൽപ്പങ്ങളും ഇല്ലാത്തവൻ. നിർവികാരം വികാരമില്ലാത്തവൻ. നിരാകാരൻ രൂപമില്ലാത്തവൻ. നിരീശ്വര ഈശ്വരനോട് കൂടാത്തവൻ, അതായത് ഈശ്വരന്മാരുടെ ഈശ്വരനാണെന്നർത്ഥം. ഏറ്റവും ഉയരത്ത, പിന്നെ ഭഗവാനൊരു ഈശ്വരനില്ല എന്ന്. ഷഡ്ഭാവരഹിത, അതായത് 6 വിധങ്ങളായിട്ടുള്ള ഭാവങ്ങളൊന്നുമില്ല. പിന്നെയോ ആദി, അതായത് ജന്മവും മരണവും ഒന്നുമില്ല. പ്രകൃതേ പരം, പ്രകൃതിക്ക് അതീതനാണ്. മായയാ ഗൃഹ്യമാണ്, മായയാൽ അംഗീകരിക്കപ്പെട്ടവൻ എന്താ, മായയ്ക്ക് അതീതനാണ്. പിന്നെയോ മനുഷ്യ ഇവ ഭാവ്യസേ, മനുഷ്യൻ എന്ന പോലെ ഭാവിക്കുന്നു, ഭാവയുള്ളൂ, മനുഷ്യനല്ല. നിർഗുണം ത്വാം ജ്ഞാത്വ, ഗുണാതീതനായ അങ്ങയെ ജ്ഞാത്വ അറിഞ്ഞിട്ട്. വൈഷ്ണവ മീൻസ് വിഷ്ണുഭക്തന്മാർ മോക്ഷഗാമിന മോക്ഷം പ്രാപിക്കുന്നു. ഇതറിയണവരെ മോക്ഷം പ്രാപിക്കും. ത്വൽപാദ സദ്ഭക്തി നിശ്രേണിയും പ്രാപ്യ, അങ്ങയുടെ പാദങ്ങളിൽ ഉണ്ടാകുന്ന ഭക്തിയാകുന്ന കോണിപ്പടിയെ പിടിച്ചിട്ട്, അങ്ങയുടെ പാദങ്ങളിലുള്ള ഒരു ഭക്തിയാകുന്ന കോണിയിൽ കയറി. ജ്ഞാന യോഗാഖ്യം സൗധം ആരോഢം, അങ്ങനെ ജ്ഞാനയോഗം എന്നു പേരായിട്ടുള്ള ആ ഒരു മാളികയിലേക്ക് കയറിയിട്ട് ഭക്തിയാകുന്ന ചവിട്ടുപടികൾ ഉപയോഗിച്ച് പിന്നെ ജ്ഞാനയോഗം എന്ന മാളികയിൽ കയറാനായിക്കൊണ്ട് ഇച്ഛാമി ഇച്ഛിക്കുന്നേൻ, അതാണ് ആഗ്രഹം. കാരുണികോത്തമ, കരുണയുള്ളവരിൽ വെച്ച് ഉത്തമനെ, രാവണാരേ, രാവണൻ്റെ ശത്രുവായിട്ടുള്ളവനെ, തുഭ്യം നമ, അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. ഭവസാഗരാൽ, ഈ സംസാര സമുദ്രത്തിൽ നിന്നും മാം ത്രാഹി, എന്നെ രക്ഷിച്ചാലും. അപ്പം എന്താ പറയണ വെച്ചാൽ ഒന്നിച്ച് പറയാൻ നോക്കാം. ഇന്ദ്രനും അഗ്നിയും യമനും നിരുതി എന്ന് പറഞ്ഞു. നിരുതി വെച്ചാൽ പിതൃക്കളുടെ ദേവൻ. വരുണനും വായുവും കുബേരനും ശിവനും പുരുഷോത്തമനായിട്ടുള്ള അങ്ങ് തന്നെയാണ് എല്ലാ ദേവന്മാരും. അത് എല്ലാ ദേവന്മാരുടെയും സൃഷ്ടികർത്താവാണ്. അതായത് ഒരു വിധത്തിലും അറിയാൻ കഴിയാത്തത് കൊണ്ട് ഭഗവാൻ സൂക്ഷ്മത്തിൽ വെച്ച് സൂക്ഷ്മത്തിൽ വെച്ച് സൂക്ഷ്മവും എങ്ങും വ്യാപിച്ചിരിക്കുന്നവനാണ്. പിന്നെയോ സ്ഥൂലത്തിൽ വെച്ച് സ്ഥൂലരൂപനും ആണ് അങ്ങ്. സർവ്വലോകങ്ങളെയും ഒരുപോലെ പാലിക്കുന്ന ലോകപിതാവാണ്, മാതാവാണ്, സ്രഷ്ടാവാണ്. അതായത് യാതൊരു വിധമായിട്ടുള്ള ശക്തിയും അങ്ങാണ് എല്ലാ ശക്തിയുടെയും ഉറവിടം. അങ്ങ് അവ്യയനാണ്, അങ്ങ് അച്യുതനാണ്, ച്യുതിയില്ല, വീഴ്ചയില്ല. അച്യുതനും അതായത് പിന്നെയോ അവ്യയനും പരിപൂർണനാണ്. കൈയും കാലും കണ്ണും ഘ്രാണേന്ദ്രിയങ്ങളും ശ്രോത്രേന്ദ്രിയങ്ങളും ഒക്കെ ഇല്ലാത്തവനാണെച്ചാലും കണ്ണൊന്നുമില്ല, കണ്ണില്ല, മൂക്കില്ല, ചെവിയില്ല, പക്ഷെ ഇതൊക്കെ ആണെച്ചാലും കേൾക്കുന്നവനാണ്, കാണുന്നവനാണ്, മനസ്സിലാക്കുന്നവനാണ്, വേഗം സഞ്ചരിക്കുന്നവനാണ്. ഖരനെ വധിച്ച അങ്ങ് ഇതെല്ലാം ആണ്. അങ്ങനത്തെ കണ്ണും മൂക്കൊന്നും ഇല്ലെങ്കിലും അങ്ങ് കാണുകയും ഇതൊക്കെ ചെയ്യണം, അല്ലേ? എല്ലാവരുടെയും കണ്ണിൻ്റെ പിന്നിലത്തെ എല്ലാത്തിനെയും ശക്തിയല്ലേ? ഭഗവാൻ വെറും ഒരു ശക്തിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെയോ നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം, ഈ കോശങ്ങളിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ആളാണ്, അല്ലേ? അതായത് ആ കോശങ്ങൾ മുഖാന്തരം ദേഹത്തിനുണ്ടാവുന്നതൊന്നും അങ്ങേ ബാധിക്കുന്നില്ല. നിർഗുണനാണ്, അന്യാശ്രയമില്ലാത്തവനാണ്, സ്ഥൂല സൂക്ഷ്മ ഇങ്ങനത്തെ യാതൊന്നും അങ്ങക്കില്ല. പിന്നെയോ നിർവികൽപ്പസ്വരൂപനാണ്, അതുകൊണ്ട് തന്നെ അങ്ങയ്ക്ക് ആകൃതിയില്ല. നിരീശ്വരനാണ്, അങ്ങയ്ക്ക് വേറൊരു ഈശ്വരനില്ല. ജനിക്കുന്നു, അതായത് നമുക്കൊക്കെ ഉള്ള പോലെ ജനനം, വലുതാവുക, രൂപം മാറുക,
പിന്നെ ക്ഷയിക്കുക, മരിക്കുക, അങ്ങനെയുള്ള 6 വിധ ഭാവങ്ങളൊന്നും അങ്ങക്കില്ല. അതുകൊണ്ടാണ് നിർവികാരൻ എന്ന് പറയണത്. പിന്നെയോ ആദിയില്ല, അന്തമില്ല, അല്ലേ? ഭഗവാൻ തന്നെ വിശ്വം ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതാണല്ലോ, ഭഗവാൻ തന്നെ വിശ്വരൂപിയാണ്. പിന്നെയോ ഇന്ദ്രുവടിയെ തന്നെയാണ് എല്ലാവരും ലോകം എന്ന് പറയണത്. അതായത് പിന്നെ അജ്ഞാനമുള്ളവർ പിന്നെ എന്താണ്, ഒരു കയറിനെ സർപ്പാണെന്ന് വിചാരിക്കണ പോലെ ഭഗവാൻ എന്നെ ലോകമാണെന്ന് തെറ്റായിട്ട് ധരിക്കുന്നു. അങ്ങയുടെ സ്വരൂപത്തെ, അല്ലെങ്കിൽ ആ അങ്ങയുടെ ശരിക്കുള്ള ആ സച്ചിദാനന്ദ സ്വരൂപത്തെ സാക്ഷാത്കരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും അങ്ങയിൽ നിന്ന് ഭിന്നമായി ഈ ലോകം തന്നെ ഇല്ലയെന്ന്. ഒന്നുമില്ല, അങ്ങ് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ അങ്ങയുടെ അങ്ങ് വിശ്വാകാരമായി നിൽക്കുന്നു എന്നുള്ളതും കൂടി നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല, ലോകമില്ല എന്ന് തോന്നുമ്പോഴേ മായ അവനവൻ്റെ ഇഷ്ടപ്രകാരം സ്വീകരിച്ച് ലോകരക്ഷയ്ക്കായിട്ട് അവതരിച്ച നിന്തിരുവടിയെ, അങ്ങയെ മൂഢജനങ്ങൾ മനുഷ്യനാണെന്ന് പറയണം. മനുഷ്യഭാവത്തിൽ വന്നൂന്നേ. ഗുണാതീതനാണ് അങ്ങ്, ജന്മാതിരഹിതനാണ്. അങ്ങയുടെ ഈ സത്യാനന്ദ സ്വരൂപത്തെ അറിഞ്ഞ വിഷ്ണുഭക്തന്മാരൊക്കെ വേഗം മോക്ഷം പ്രാപിക്കും. അങ്ങ് ഇങ്ങനെ പരമാത്മസ്വരൂപിയാണെന്ന് അറിഞ്ഞവരൊക്കെ മോക്ഷം പ്രാപിക്കുന്നുണ്ട്. അങ്ങയുടെ അതായത് അവരൊക്കെ മോക്ഷം ഭവിക്കും. ഹേ രാമചന്ദ്രസ്വാമി, ഞാനാകട്ടെ ഇപ്പോൾ അങ്ങയുടെ പാതാരവിന്ദത്തിലെ പരിശുദ്ധ ഭക്തി, അതാണ് പറഞ്ഞത്, പരിശുദ്ധ ഭക്തിയാകുന്ന കോണിപ്പടി കയറിയിട്ട് ആ ജ്ഞാനസൗധത്തിലേക്ക് കയറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് അങ്ങയുടെ പാദത്തിലുള്ള ഭക്തി ആകുന്ന കോണിയിൽ കൂടി കയറി ആ എല്ലാ വൈഷ്ണവരും പ്രാപിക്കുന്ന ആ ജ്ഞാനസൗധം പ്രാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹേ ഈശ്വര, അത്ര എളുപ്പമല്ല എന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങയുടെ പാതാരവിന്ദ ഭക്തിയിൽ കൂടി ആ കോണികളിൽ കൂടി കയറിയാൽ എനിക്ക് ജ്ഞാനം സാധിക്കാൻ പറ്റുന്ന എനിക്കൊരാഗ്രഹമുണ്ട്. ആ ആഗ്രഹം സാധിപ്പിക്കണമെന്ന് പറയാണ്. ഹേ സീതാപതേ രാമ നമസ്കാരം, കാരുണ്യസിന്ധോ നമസ്കാരം, ഹേ രാവണ രിപു പറഞ്ഞല്ലോ, രാവണ ശത്രോ നമസ്കാരം, എന്നെ ഈ സംസാര സമുദ്രത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് വലിയൊരു പ്രാർത്ഥനയാണത്. ആരുടെ? വിഭീഷണൻ്റെ കേട്ടോ. അപ്പം അത് നമുക്ക് 30 വരെ കഴിഞ്ഞു. ഇനി 31. തത പ്രസന്ന പ്രോവാച ശ്രീരാമോ ഭക്തവത്സല വരം വൃണീഷ്വ ഭദ്രം ദേ വാഞ്ചിതം വരദോസ്മ്യഹം. തത പ്രസന്ന ഭക്തവത്സല ശ്രീരാമൻ. അപ്പോൾ സന്തോഷം പ്രീതനായിട്ട് ശ്രീരാമൻ, ഭക്തവത്സലനായിട്ടുള്ള ശ്രീരാമൻ പ്രോവാച പറഞ്ഞു. എന്ത്? തേ ഭദ്രം, നിനക്ക് മംഗളം വരട്ടെ, വാഞ്ചിതം വരം വൃണീഷ്വ, നിനക്ക് ആഗ്രഹിക്കുന്ന വരം ഞാൻ തരാം, വരിച്ചാലും. അഹം വരദ അസ്മി, ഞാൻ വരദാനം ചെയ്യുന്നവനാകുന്നു. അപ്പോൾ സന്തോഷമായി. അത്ര ശരണാഗതി അടഞ്ഞുല്ലോ വിഭീഷണനെ. അപ്പോൾ പറഞ്ഞു ഭക്തവത്സനായിട്ടുള്ള ഭഗവാൻ വിഭീഷണനെ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ വിഭീഷണനോട് പറഞ്ഞു, നിനക്ക് എല്ലാ മംഗളവും ഭവിക്കട്ടെ, നിനക്ക് ആഗ്രഹമുള്ള വരം ചോദിച്ചോളൂ, ഞാൻ ഭക്തന്മാരുടെ ആഗ്രഹത്തെ നൽകുന്നവനാണ് എന്ന് പറഞ്ഞു ഭഗവാൻ. അപ്പോൾ വിഭീഷണൻ പറയും ഇനി അടുത്തേലട്ടോ. അപ്പോൾ ഇതൊന്നുകൂടി വായിക്കാം. തതപ്രസന്ന പ്രോവാച ശ്രീരാമോ ഭക്തവത്സല വരം വൃണീഷ്വ ഭദ്രം ദേ വാഞ്ചിതം വരദോസ്മ്യഹം. വിഭീഷണോവാച ധന്യോസ്മി കൃതകൃത്യോസ്മി കൃതകാര്യോസ്മി രാഘവ ത്വൽപാദദർശനാദേവ വിമുക്തോസ്മി ന സംശയ. ധന്യ അസ്മി, ഞാൻ ധന്യനായി തീർന്നിരിക്കുന്നു. കൃതകൃത്യ, ഞാൻ വേണ്ട കാര്യം ചെയ്ത, കൃതകൃത്യത എന്ന് പറഞ്ഞെന്താ, ശരിക്ക് നല്ല കാര്യം അല്ലെങ്കിൽ വേണ്ട കാര്യം ചെയ്ത ഒരു സന്തോഷം. കൃതകാര്യ, അതായത് ഞാൻ വേണ്ടതിനെ പ്രാപിച്ചിരിക്കുന്നു. ത്വൽപാദ ദർശനാത്, അങ്ങയുടെ പാതാരവിന്ദങ്ങളുടെ ദർശനം കൊണ്ട് തന്നെ വിമുക്തമസ്മി, ഞാൻ വിമോചിക്കപ്പെട്ടവനായല്ലോ ആയിട്ടുണ്ട് എന്ന് പറയണം. അതോ ഹേ രാമചന്ദ്രസ്വാമി, സർവധർമ്മങ്ങളെയും സാധിപ്പിക്കുന്ന കർമ്മം മുഴുവൻ ഞാൻ ചെയ്തു കഴിഞ്ഞു. കാരണം അങ്ങയുടെ ദർശനം ഉണ്ടായി, അങ്ങ് എനിക്ക് എൻ്റെ ആഗ്രഹം മോക്ഷം കിട്ടണമെന്നുള്ള ആഗ്രഹം സാധിപ്പിക്കാമെന്നും പറഞ്ഞു. അപ്പോൾ സർവധർമ്മങ്ങളെയും സാധിപ്പിക്കണ എൻ്റെ ഇനി കർമ്മം മുഴുവൻ തീർന്നു എൻ്റെ. അതായത് അങ്ങേ ദർശിക്കുന്നത് ആണല്ലോ ആത്യന്തികമായിട്ടുള്ള ഒരു എല്ലാവരുടെയും ആഗ്രഹം.
അതെനിക്കിനി ആവശ്യമില്ല. ഞാനത് ആ ഒരു ആഗ്രഹം എൻ്റെ സഫലമായിരിക്കണം. ഞാൻ പ്രാപിക്കേണ്ടത് സകലവും ഇപ്പോൾ പ്രാപിച്ചു. ധർമ്മത്തിൻ്റെ എൻ്റെ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് എനിക്കിപ്പോൾ ലഭിച്ചത്. അതായത് അങ്ങേ പ്രാപിക്കൽ. ആ മുക്തിയാണല്ലോ എല്ലാ സർവധർമ്മങ്ങളുടെയും ആത്യന്തികമായിട്ടുള്ള ഫലം മുക്തിയല്ലേ. അപ്പോൾ ഭഗവാനെ കണ്ടതുകൊണ്ട് തന്നെ ഞാൻ സർവ്വ ദുഃഖങ്ങളിൽ നിന്നും വിമുക്തനായി. അതുകൊണ്ട് തന്നെ ഞാൻ പറയണു, ഞാൻ അങ്ങേയറ്റം ധന്യനാണ് എന്ന്. വിഭീഷണോവാച ധന്യോസ്മി കൃതകൃത്യോസ്മി കൃതകാര്യോസ്മി രാഘവ ത്വൽപാദദർശനാദേവാ വിമുക്തോസ്മി ന സംശയ. 33. നാസ്തി മത്സുദൃശോ ധന്യോ നാസ്തി മത്സദൃശ ശുചി നാസ്തി മത്സദൃശോ ലോകേ രാമ ത്വന്മൂർത്തി ദർശനാത്. ധന്യ ഭാഗ്യവാൻ, ശുചി ശുദ്ധൻ. ശുചി പറഞ്ഞാൽ വൃത്തി എന്നൊക്കെയാണല്ലോ. അപ്പോൾ ശുദ്ധൻ. ഈ ലോകത്തിൽ ത്വന്മൂർത്തി ദർശനാൽ അങ്ങയുടെ ഈ രൂപത്തെ ദർശിച്ചതുകൊണ്ട് മത്സദൃശ നാസ്തി, എന്നോട് മത്സദൃശ, അതായത് എന്നോട് തുല്യനായി ഇനി ആരുമില്ല എന്ന്. അതായത് ലോകത്തിൽ എന്നെപ്പോലെ ഭാഗ്യവാനും പരിശുദ്ധനും ഈ ലോകത്തിൽ എനിക്ക് തുല്യം ഭാഗ്യമുള്ള ഒരാൾ ഇനിയില്ല. എന്താ വെച്ചാൽ അങ്ങയുടെ ഈ ദിവ്യമംഗള വിഗ്രഹം കാണാൻ എനിക്ക് സാധിച്ചുല്ലോ. ഇനി എൻ്റെ അത്ര ഭാഗ്യം ചെയ്തതോ എന്നെപ്പോലെ ബ്ലെസ്സഡായത് ധന്യമായിട്ടൊരാളെ എനിക്ക് ഈ ലോകത്തിൽ എനിക്ക് തുല്യമായിട്ട് ഭാഗ്യവും എൻ്റെ അത്ര പരിശുദ്ധനെങ്കിലേ ഭഗവാനെ കാണാൻ പറ്റില്ല. എൻ്റെ അത്ര പരിശുദ്ധിയും ഭാഗ്യമുള്ള ഒരാൾ ലോകത്തിൽ ഇനി ഇല്ല എന്നോട് തുല്യനായിട്ട്. എന്താ കാരണം വെച്ചാൽ എനിക്ക് ഈ അങ്ങയുടെ ദിവ്യമംഗള വിഗ്രഹത്തിനെ എൻ്റെ പ്രത്യക്ഷ നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിച്ചുല്ലോ എന്ന്. എത്ര സന്തോഷം അല്ലേ വിഭീഷണനെ. നാസ്തി മത്സദൃശോ ധന്യോ നാസ്തി മത്സദൃശ ശുചി നാസ്തി മത്സദൃശോ ലോകേ രാമ ത്വന്മൂർത്തി ദർശനാത്. ഇനി നമുക്ക് 34 അല്ലേ, 34 കർമ്മബന്ധവിനാശായ ത്വജ്ഞാനം ഭക്തിലക്ഷണം ത്വധ്യാനം പരമാർത്ഥം ജാദേഹി മേ രഘുനന്ദന. കർമ്മബന്ധവിനാശായ, അതായത് കർമ്മബന്ധനം നശിക്കാനേ, ഭക്തിലക്ഷണം ത്വജ്ഞാനം, ഭക്തിയാകുന്ന ലക്ഷണത്തോടു കൂടിയ അങ്ങയുടെ ജ്ഞാനത്തെയും, അതായത് ഭക്തി കൂടെയാണല്ലോ ജ്ഞാനം കിട്ടുന്നത്. ഇപ്പോൾ പറഞ്ഞൂല്ലോ ഭക്തിയാകുന്ന കോണിപ്പടി കയറി എനിക്ക് ജ്ഞാനസൗധത്തിലെത്തണം എന്നൊക്കെ പറഞ്ഞൂല്ലോ. അപ്പോൾ അതാണ് ഭക്തി ലക്ഷണം ത്വജ്ഞാനം, ഭക്തിയാകുന്ന ലക്ഷണത്തോടു കൂടിയ അങ്ങയുടെ ജ്ഞാനത്തെയും പരമാർത്ഥം, ആ പരമമായ അർത്ഥത്തോടു കൂടിയ ത്വധ്യാനം, അങ്ങയെക്കുറിച്ചുള്ള ധ്യാനത്തെയും മേ ദേഹി, എനിക്ക് ദാനം ചെയ്താലും. എന്താ പറയുക വെച്ചാൽ ഈ കർമ്മബന്ധനം ഉണ്ടാവുമ്പോഴാണല്ലോ നമുക്ക് ജനനമരണ പ്രവാഹത്തിൽ കൂടെ എങ്ങനെ ഒഴുകേണ്ടത്. അതല്ലെങ്കിൽ കർമ്മബന്ധനം കൊണ്ടല്ലേ നമുക്ക് പിന്നെയും ജനിക്കുകയും മരിക്കുകയും വേണ്ടി വന്നതല്ലേ. പുനരപി ജനനം പുനരപി മരണത്തിൻ്റെ കാരണം കർമ്മമാണല്ലോ. അപ്പോൾ ആ കർമ്മബന്ധനം നശിപ്പിക്കുന്നതിന് ഭക്തി വളരെ ആദ്യം വേണ്ടത് ഭക്തിയാണ്. എന്നിട്ട് ആ ഭക്തിയിൽ കൂടിയാണ് നമുക്ക് ജ്ഞാനം കിട്ടുന്നത്. അപ്പോൾ ആ ഭക്തിയിൽ കൂടി എനിക്ക് ഈ സ്വരൂപജ്ഞാനത്തെയും അങ്ങനെ എനിക്ക് എൻ്റെ ആത്യന്തികമായിട്ടുള്ള ആഗ്രഹമായ മോക്ഷത്തെയും സാധിപ്പിക്കാൻ മതിയായിട്ടുള്ള അതിന് പറ്റുന്ന അതിന് മോക്ഷം തന്നെ സാധിപ്പിക്കുന്നതായ ധ്യാനസ്വരൂപ ഭക്തി, അതായത് ധ്യാനിക്കാനുള്ള ഭക്തിയും, അത് കഴിഞ്ഞ് എനിക്ക് പരമാർത്ഥ ജ്ഞാനത്തെയും ഹേ രഘുനന്ദന എനിക്ക് തന്ന അരുളാണേ എന്ന് പറയണം. അതായത് ആദ്യം എനിക്ക് ഭക്തി തരണം, അത് കഴിഞ്ഞ് ഭക്തി കൂടെ പുരോഗമിച്ചിട്ട് എനിക്ക് എൻ്റെ ആത്യന്തിക ലക്ഷ്യമായിട്ടുള്ള ജ്ഞാനം തരണം. അങ്ങനെ ആ പരമാർത്ഥ ജ്ഞാനം എനിക്ക് കനിഞ്ഞ അരുളാണേ. കർമ്മബന്ധവിനാശായ ത്വജ്ഞാനം ഭക്തിലക്ഷണം ത്വധ്യാനം. ധ്യാനിച്ചാലൊക്കെ അല്ലേ പറ്റുള്ളൂ, ധ്യാനിക്കാൻ തോന്നണ്ടേ, ഭഗവാൻ മനസ്സിൽ തെളിയണ്ടേ അല്ലേ. തത്വധ്യാനം പരമാർത്ഥം ജാദേഹി മേ രഘുനന്ദന. 35 നയാചേ രാമ രാജേന്ദ്ര സുഖം വിഷയസംഭവം ത്വത്പാദകമലേ സക്ത ഭക്തിരേവ സദാസ്തുമേ. വേറൊന്നും ഞാൻ ചോദിക്കുന്നില്ല. എന്താണ് വിഷയസംഭവം? സുഖം, വിഷയങ്ങളിൽ നിന്നുണ്ടാവുന്ന
ആ സുഖത്തെ ന യാചേ. ഞാൻ വിഷയസുഖം ആഗ്രഹിക്കണേയില്ല. പിന്നെയോ ത്വൽപാദകമലേ സക്ത ഭക്തി, അങ്ങയുടെ പാദകമലത്തിൽ എനിക്ക് അങ്ങേയറ്റം പരമഭക്തി തരണം. സദാമേ അസ്തു, അതുണ്ടാവട്ടെ, അത് മാത്രം എന്തിഷ്ടമുള്ള വരം മേടിച്ചോളൂ പറഞ്ഞുല്ലോ ഭഗവാനെ. അപ്പം പറഞ്ഞു, എനിക്ക് വിഷയസുഖങ്ങളൊന്നും വരണ്ട, എനിക്ക് അങ്ങയുടെ പാദകമലങ്ങളിൽ അനന്യ ഭക്തി നൽകണം, വേറെ ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അതാണ് അതായത് വിഷയങ്ങളിൽ നിന്നുണ്ടാകുന്ന സുഖമൊന്നും ഞാൻ ആഗ്രഹിക്കണില്ല, അതുകൊണ്ട് അങ്ങോട്ട് യാചിക്കണമില്ല. എന്താച്ചാൽ അതൊക്കെ വേഗം വിട്ടുപോവും ഇല്ലേ? ആ സുഖമൊക്കെ ദുഃഖത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് എനിക്ക് അത് നിത്യസുഖമല്ല എന്നറിയാം. അതുകൊണ്ട് അങ്ങയുടെ പാതാരബിന്ദങ്ങളിൽ പരമപ്രേമ ലക്ഷണമായിട്ടുള്ള ഭക്തി ഒന്ന് മാത്രമേ എനിക്ക് വേണ്ടൂ എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ വേറൊരു ശ്ലോകമുണ്ട്, നല്ല ശ്ലോക. എന്താ അറിയോ, നോക്കട്ടെ, ഓർമ്മ. ന ഭോഗ്യവസ്തൂനി, എനിക്ക് ഭോഗ്യവസ്തുക്കൾ വേണ്ട. ന നാഗപൃഷ്ഠം, ന ഭോഗ്യവസ്തൂനി ന നാഗപൃഷ്ഠം ന സിദ്ധിലാഭം പരമീശകാംക്ഷേ, സിദ്ധികളൊന്നും വേണ്ട. പരമീശകാംക്ഷേ പ്രസന്നമന്ദസ്മിത സുന്ദരം തേ മുഖാംബുജം ദർശയ സന്തതം മേ. എത്ര നല്ല ശ്ലോകാലേ അത്. ന ഭോഗ്യവസ്തൂനി ന നാഗപൃഷ്ഠം ന സിദ്ധിലാഭം പുനരീശ കാംക്ഷേ, എനിക്ക് ആഗ്രഹമില്ല. പ്രസന്ന മന്ദസ്മിത സുന്ദരം തേ മുഖാംബുജം ദർശയ സന്തതം മേ. എനിക്കെപ്പോഴും ആ മുഖാംബുജം കാണാനുള്ള ഭാഗ്യം ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ മനസ്സിൽ തെളിഞ്ഞാലും മതിയല്ലോ. അതുപോലെയാണ് അപ്പോൾ ശരിക്കും വിഭീഷണനും പിന്നെ അങ്ങനെയുള്ള ഒരു ആഗ്രഹം മാത്രമേ വരം ചോദിച്ചോളൂ പറഞ്ഞപ്പോൾ ചോദിച്ചുള്ളൂ അല്ലേ. ഇനി 36. ഓമിത്യുക്ത്വാ പുനഃപ്രീതോ രാമപ്രോവാച രാക്ഷസം ശൃണു വക്ഷ്യാമി തേ ഭദ്ര രഹസ്യം മമ നിശ്ചിതം ഓം ഇതി ഉക്ത്വ. ശരി, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് പ്രീത രാമ, വളരെ പ്രീതനായ രാമൻ, രാക്ഷസം പുനഃ പ്രാഹ, പിന്നെയും ഈ രാക്ഷസനായ വിഭീഷണനോട് പറഞ്ഞു, ഭദ്ര ശൃണു, ഹേ ശ്രേഷ്ഠ, കേട്ടാലും, നിശ്ചിതം രഹസ്യം തേ വക്ഷ്യാമി, ഞാൻ ഒരു രഹസ്യത്തെ നിന്നോട് പറയാം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് വേറെ ഒന്നും വേണ്ട, പാതാരവിന്ദങ്ങൾ അനന്യ ഭക്തി മതി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് കേട്ടപ്പോൾ ശ്രീരാമന് നല്ല എത്ര ഭക്തനാണ് അല്ലേ, വേറൊന്നും ആഗ്രഹിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. വളരെ പ്രീതനായിട്ട് പറഞ്ഞു, ഞാൻ പറയണത് കേട്ടോളൂ, ഞാനൊരു രഹസ്യം നിന്നോട് പറയാം എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ആവട്ടെ, നിൻ്റെ ഇഷ്ടം പോലെ ഞാൻ ഭക്തി തരാമെന്ന്. എന്നിട്ട് 37 കൂടിയും ചെയ്യാം. മദ്ഭക്താനാം പ്രശാന്താനാം യോഗിനാം വീതരാഗിണാം ഹൃദയേ സീതയാ നിത്യം വസാമ്യത്ര ന സംശയ. പ്രശാന്താനാം അതായത് ശാന്തന്മാരും, വീതരാഗിണ അതായത് വലിയ രാഗദ്വേഷങ്ങളില്ലാത്തവരും, മദ്ഭക്താനാം യോഗിനാം എന്നിൽ ഭക്തിയുള്ളവരുമായ യോഗീശ്വരന്മാരുടെ ഹൃദയത്തിൽ സീതയാ നിത്യം വസാമി, ഞാൻ സീതാസഹിതനായിട്ട് എപ്പോഴും വസിക്കും. അത്ര ന സംശയ, ഇതിൽ സംശയമില്ല. എന്താ പറഞ്ഞാൽ നല്ല ശാന്ത സ്വഭാവമുള്ളവരും വിഷയവൈരാഗ്യം ലഭിച്ചവരും അങ്ങേയറ്റം എന്നിൽ ഭക്തിയുള്ളവരുമായ യോഗീശ്വരന്മാരുടെ ഹൃദയത്തിൽ ഞാൻ സീതാസമേതനായിട്ട് എപ്പോഴും വസിക്കുന്നുണ്ട്. ഹനുമാൻ്റെ ഉള്ളിലൊക്കെ അല്ലേ. ഇതിൽ സംശയിക്കേണ്ട. അതിനാൽ ഞാൻ നിൻ്റെ ധ്യാനത്തിന് വിഷയമായിട്ടിരിക്കുക. അതല്ലേ പറഞ്ഞ, എൻ്റെ ധ്യാനത്തിന് വിഷയമാണെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് എനിക്ക് ഭഗവാനെ പ്രാപിക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ സാധാരണ എൻ്റെ ഭക്തന്മാരുടെ ഉള്ളിൽ സീതാസഹിതനായിട്ട് എപ്പോഴും വസിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ വിഷമിക്കണ്ട, ഞാൻ നിൻ്റെ ഹൃദയത്തിൽ ധ്യാന വിഷയമായിട്ട് ഞാൻ പ്രകാശിക്കാം എന്ന് പറഞ്ഞു. എത്ര സന്തോഷാവല്ലേ. മദ്ഭക്താനാം പ്രശാന്താനാം യോഗിനാം വീതരാഗിണാം ഹൃദയേ സീതയാ നിത്യം വസാമ്യത്ര ന സംശയ. ഞാൻ അങ്ങനെയുള്ള ഭക്തന്മാരുടെ ഉള്ളിലാണ് എൻ്റെ താമസം. അപ്പം നിനക്കങ്ങനെ നിനക്കങ്ങനെ ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ നിൻ്റെ ഉള്ളിൽ പ്രകാശിക്കാം എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താമെന്ന് ശ്രീകൃഷ്ണ. എന്നിട്ട് പിന്നെ നമുക്ക് അടുത്ത 38 നാളെ ചെയ്യാം കേട്ടോ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.